നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ നേടിയെങ്കിലും തെലങ്കാനയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ബിജെപിക്ക് ഇതിലും വലിയ തിരിച്ചടിയാകും നേരിടാൻ പോകുന്നതെന്നായിരിക്കും ചില സർവേകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കിയേക്കുമെന്ന കാര്യവും എടുത്തു പറയേണ്ട ഒന്നാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ 4 സീറ്റുകൾ നേടി വിസ്മയം സൃഷ്ടിച്ച ബിജെപി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും നേടില്ലെന്നാണ് സർവേ പറയുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 17 സീറ്റിൽ 13 സീറ്റും ഭരണകക്ഷിയായ കോൺഗ്രസ് നേടുമെന്ന് ഫെഡറൽ പുതിയ തലമുറ ആപ്റ്റ് 2024 പ്രീപോൾ സർവേ പ്രവചിക്കുന്നുണ്ട്. ബാക്കിയുള്ള 4 പ്രതിപക്ഷമായ BRSഉം വിജയിച്ചേക്കും. വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ 2019 29.79% നിന്ന് 42.50% കോൺഗ്രസ് വലിയ മുന്നേറ്റം തന്നെ നടത്തും. അതേസമയം BRSന്റെ വിഹിതം 44.52% നിന്ന് 32.62% കുറയും. ഏറ്റവും പ്രധാനമായി ബിജെപിയുടെ വോട്ട് വിഹിതം 19.65% നിന്ന് 16.78% ഇടിയുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 119 അംഗ നിയമസഭയിൽ 64 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുകയും സഖ്യകക്ഷിയായ CPI ഒരു സീറ്റ് നേടുകയും ചെയ്തിരുന്നു. BRS 39 സീറ്റുകൾ നേടിയപ്പോൾ ബിജെപി 8 സീറ്റുകൾ മാത്രം നേടി 3ാം സ്ഥാനത്തെത്തി. 9 സീറ്റിൽ മത്സരിച്ച അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM 7 സീറ്റുകളിലും വിജയിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BRS 9 സീറ്റുകളായിരുന്നു നേടിയത്. ബിജെപി 4 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 3 സീറ്റ് മാത്രമായിരുന്നു. AIMIM ഒരു സീറ്റും നേടി. എന്നാൽ ഇത്തവണ അസദുദ്ദീൻ ഒവൈസിയുടെ ഏക സീറ്റും നഷ്ടമായേക്കുമെന്നാണ് സർവേ പ്രവചനം. അതേസമയം ആന്ധ്രയിൽ ബിജെപി ഒരു സീറ്റ് നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയായ YSRCPയുടെ പ്രകടനം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റിൽ നിന്നും 13 കുറഞ്ഞേക്കും. മറുവശത്ത് TDPയുടെ പ്രാതിനിധ്യം 3 നിന്ന് 11 ഉയരുമെന്നാണ് സൂചന. വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ YSRCP 32.81%, TDP 31.49%, BJP 11.70%, കോൺഗ്രസിന് 5.72% ലീഡ് ചെയ്യുമെന്നാണ് പ്രവചനം. അതേസമയം തെലങ്കാനയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ രൂപീകരണ കാലം മുതൽ തന്നെ കോൺഗ്രസ് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. ആന്ധ്രാപ്രദേശ് നഷ്ടമായാലും തെലങ്കാനയിൽ അധികാരം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൂടിയായിരുന്നു ആന്ധ്രാപ്രദേശ് വിഭജിച്ചുകൊണ്ടുള്ള തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് കോൺഗ്രസ് പച്ചക്കൊടി ഉയർത്തിയത്. എന്നാൽ 2014 ആദ്യ തെരഞ്ഞെടുപ്പിലും 2018 തെരഞ്ഞെടുപ്പിലും KCRന്റെ BRS അധികാരത്തിലെത്തുകയായിരുന്നു. എന്തു വന്നാലും ഇത്തവണ അധികാരം പിടിക്കുമെന്ന ഉറപ്പിലാണ് കോൺഗ്രസ്.